നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൈൽസ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ മരണം സംഭവിച്ച യുവാവിൻ്റെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുകയാണ്. ചക്കരയ്ക്കലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ചക്കരയ്ക്കൽ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹമാണ് പുറത്തെടുത്തത്. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത് കണ്ണൂർ തഹസിൽദാർ ഡോക്ടർ MK മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇരുവേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. അവിടെ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഷാനവാസിന്റെ ഭാര്യ ഷേർലിയും മക്കളും സ്ഥലത്തുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് നൽകാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബംഗളൂരു വിക്ടോറിയ സർക്കാർ ആശുപത്രിയിലാണ് ഷാനവാസിന് പൈൽസിന്റെ ശസ്ത്രക്രിയ നടന്നത്. തുടർന്നുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്ന് ഷാനവാസ് മരിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതോടെ ഇവർ പരാതിയുമായി കോടതിയെ സമീപിച്ചു. ഇരുവേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കഴിഞ്ഞ മാർച്ച് 16-നായിരുന്നു അടക്കം നടന്നത്. ഇരുവേരി സ്വദേശിയാണെങ്കിലും 20 വർഷമായി കുടുംബവുമായി ബംഗളൂരിൽ താമസിക്കുന്ന ഡെലിവറി ജോലി ചെയ്തിരുന്ന ഷാനവാസിന് നാടുമായി ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ മരണം സംഭവിച്ചാൽ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്ന ആഗ്രഹം ഷാനവാസ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവേരിയിൽ അടക്കം ചെയ്തത്. ശസ്ത്രക്രിയയിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചുവെന്നാണ് ഭാര്യ തമിഴ്നാട് സ്വദേശിയായ ഷേർലിയുടെ ആരോപണം. മൊബൈൽ ടോർച്ച് വെട്ടത്തിലാണ് സർജറി ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ വലിയ മുറിവുണ്ടാകുകയും രക്തം വാർന്നു പോവുകയും ചെയ്തു. അതിനുശേഷം നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മാർച്ച് 15-ന് വീണ്ടും വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്നു. ഇതേ തുടർന്ന് വീട്ടിൽ വെച്ച് തന്നെയാണ് ഷാനവാസ് മരിച്ചത്. തുടർന്ന് ബംഗളൂരിലെ കോടതിയെ സമീപിച്ചു. കോടതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ചു. പക്ഷേ ഇല്ലെന്നായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഇതോടെയാണ് വിവിപുരം പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് അനുമതി കിട്ടുന്നതിനായി തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സമീപിച്ചതും അനുവാദം നൽകിയതും. കഴിഞ്ഞ 3 മാസമായി ഷാനവാസിന്റെ ബംഗളൂരു സ്വദേശിയായ ഭാര്യ ഈ ഒരു ആവശ്യത്തിനായി, അതായത് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നൊരു ആവശ്യത്തിനായി നിയമ പോരാട്ടത്തിലായിരുന്നു. എന്തായാലും ആ പോരാട്ടത്തിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഡോക്ടർമാർക്ക് നേരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണമാണ് ഈ ഭാര്യ ഉന്നയിക്കുന്നത്. ഭർത്താവിന്റെ മരണത്തിന് കാരണം ഡോക്ടർമാർക്കുണ്ടായ പിഴവ് എന്നാണ് ഭാര്യയുടെ ആരോപണം. മൊബൈൽ വെളിച്ചത്തിൽ നടത്തിയ ശസ്ത്രക്രിയ, അതുകൊണ്ട് തന്നെയാണ് ഒരു പിഴവ് സംഭവിച്ചു എന്ന ഒരു ആരോപണം ഭാര്യ ഉയർത്തിയത്. ആശുപത്രി അധികൃതർക്കെതിരെ രംഗത്ത് വന്നത്. ആശുപത്രിയിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ആരോപണം ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ കടുത്ത അനാസ്ഥയും ചികിത്സാ പിഴവുമാണ് മരണത്തിന് കാരണമായതെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനി എന്താണ് മറ്റു വിവരങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.